എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും നമ്മെ ക്രിസ്തുവിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലും ഞാൻ നിങ്ങളെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിനെ ക്രിസ്തുവാണെന്നുള്ള ഒരു വെളിപ്പാട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തു മുഖാന്തരമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നും ഒക്കെ നമ്മൾ ഇന്നലെ വചനപ്രകാരം നമ്മൾ തിരിച്ചറിയാനായിട്ടെല്ലാം ദൈവം നമുക്ക് കൃപ നൽകി. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. അപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ടായിരുന്നു യേശു പറഞ്ഞ 3 ഭാഗ്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, ചിന്തിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ വീണ്ടും ജനനത്തെക്കുറിച്ചിട്ട് യേശു കർത്താവ് പറയുന്ന ആ വചനവാക്യങ്ങൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ, വചന വെളിപ്പാടുകൾ, വചനം മാത്രമല്ല വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ അത് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ വചന വെളിപ്പാട് നമുക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ കേൾക്കുന്നതെല്ലാം ശരിയല്ല, ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള വിഷയമല്ല എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനമെല്ലാം ആത്മനിവേശിതമാണ്. ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ദൈവവചനം. അപ്പോൾ ദൈവവചനം നമ്മൾക്ക് അതിൻ്റേതായ യഥാർത്ഥമായ വെളിപ്പാടിൽ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവ് തന്നെ നമുക്കിത് ഗ്രഹിപ്പിച്ചു തരണം. ദൈവാത്മാവ് നമുക്ക് വചന വെളിപ്പാടുകളെ നൽകിയെങ്കിലേ അതിൻ്റെ ദൈവം എന്തുദ്ദേശത്തോടെയാണോ നമ്മളോട് സംസാരിക്കുന്നത് അത് അതിൻ്റേതായ ഉദ്ദേശത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അക്ഷരമായിട്ട് നമ്മുടെ ബുദ്ധിയിൽ കയറും. ബുദ്ധിയിൽ ഇത് നമുക്ക് അതിൻ്റെ പൂർണ്ണമായ വ്യാഖ്യാനം വെളിപ്പാട് നമുക്ക് ലഭിക്കത്തില്ല. ദൈവവചനം ആത്മനിവേശിതമായതുകൊണ്ട് ആത്മനിറവോടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം മനസ്സിലാകത്തുള്ളൂ. അപ്പം അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ സത്യമാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതിലെന്തോ ഇതിന് ഇത്രയും നാൾ കേട്ടതിൽ നിന്നും ഇതെന്താണ് ഇത്ര വലിയ വ്യത്യാസം, അതിലൊന്നും കാര്യമില്ല എന്നുള്ള ഒരു മൈൻഡൊക്കെ തോന്നലൊക്കെ നമുക്കുണ്ടാകാം. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ വചനം ആത്മാവിൽ ഗ്രഹിക്കണം, ആത്മാവിൽ വിവേചിക്കപ്പെടണം. അതാണ് ഈ വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകത അവിടെയാണ്. നമുക്ക് യേശുവിൻ്റെ അടുക്കൽ നിക്കോദേമോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ യേശു കർത്താവ് നിക്കോദേമോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ല എന്ന്. ഞാൻ ആ വചനം വായിച്ചു വെറുതെ സമയം കളയുന്നില്ല. വചനം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് ഈ സംഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ യേശു ആദ്യം നിക്കോദേമോസിനോട് പറയും, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ല. അതിനുശേഷം യേശു കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞത്, ഒന്ന്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. രണ്ടാമത് യേശു പറഞ്ഞു, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അപ്പോൾ കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, കടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ വചന ശുശ്രൂഷ നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ദൈവരാജ്യത്തിൽ കടന്നവനാണോ ഞാൻ? ദൈവരാജ്യത്തിൽ കടന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലുള്ള വിടുതലുകളെ, അനുഗ്രഹങ്ങളെ, നന്മകളെ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതെല്ലാം കാണുന്നുവെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമുക്കൊന്നും കിട്ടത്തില്ല. അതങ്ങനെയല്ല. നമുക്ക് നോക്കിയറിയാം, നമ്മളൊരു വീട് പുറത്ത് നിന്ന് കണ്ട ആ വീട് കാണാം. പക്ഷെ ആ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്തെങ്കിലും എടുത്ത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് കടക്കണം.
ആ വീട്ടിലുള്ള എന്തെങ്കിലും നന്മ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് കടന്നേ പറ്റൂ, പുറത്തുനിന്ന് കണ്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നിക്കോദേമസിനോട് യേശു പറയുന്നു, ആദ്യം പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ല. അതിനുശേഷം പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ നമ്മൾക്ക് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അപ്പോൾ ഈ ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം എന്താണെന്ന് നമ്മൾ അറിയണം. ആദ്യം പറഞ്ഞ ആത്മാവിൽ നീ വീണ്ടും ജനിക്കുന്നില്ല, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ 2 സ്റ്റേജ് ഉണ്ട്, വീണ്ടും ജനനത്തിന് 2 സ്റ്റേജ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് സംസാരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളുമായിട്ട്, അതായത് ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പ്രാപിക്കേണ്ട അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതുപോലെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഒന്നും കൂടി വ്യക്തത വരും ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടെന്നാൽ. അതുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്. ഇത് ദൈവം തരുന്ന അമൂല്യമായ ഒരു വചന വെളിപ്പാടാണ്, സമ്പത്താണ്. ഇത് എന്നെ നോക്കണ്ട, സംസാരിക്കുന്ന എന്നെ നോക്കണ്ട, നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ യഥാർത്ഥമായും സത്യമുണ്ടോ, ശരിയാണോ, യാഥാർത്ഥ്യമാണോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആ ചിന്തയോടെ കാണുക. അല്ലാണ്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ നോക്കണ്ട. ദൈവത്തിൻ്റെ കൃപയാലെ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകളെ, അതുപോലെ ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളിലൊക്കെ ഞാൻ ശുശ്രൂഷിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു മോർണിംഗ് പ്രയറിൻ്റെ കൂട്ടായ്മയുണ്ട്. പല സഭകളിൽ നിന്നുള്ള അനേകർ ആ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വിടുതലും അനുഗ്രഹവുമായിട്ടുള്ള വചന വെളിപ്പാടുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിലൂടെ ഇത് ആരംഭിക്കാനായിട്ട് കുറേ കാലങ്ങളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് നോ എന്ന് പറഞ്ഞിടത്തോളം കാലം ഞാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ യെസ് എന്ന് പറഞ്ഞതുകൊണ്ടിട്ടാണ് ഞാനിത് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ അന്ത്യകാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വചന സത്യങ്ങൾ കൃപയാലെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. എനിക്ക് തന്നെ അത്ഭുതമാണ് എന്നോട് ഇത്രയും വെളിപ്പാടുകൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ എനിക്ക് തന്നെ അത്ഭുതമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിൻ്റേതായ ആ ഒരു പ്രാധാന്യം നിങ്ങൾ വചന ശുശ്രൂഷക്ക് കൊടുക്കുന്നുവെങ്കിൽ, ഈ ശുശ്രൂഷക്ക് കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ വെളിപ്പാടുകൾ, ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ, ക്രിസ്തുയേശുവിൽ നമുക്കായി അവകാശമായിരിക്കുന്ന ആത്മീയവും ഭൗതികവും ശാരീരികമായ സൗഖ്യവും എല്ലാ അവകാശങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാൻ കഴിയും. അത് 100% ഉറപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ജനനം, 2 വീണ്ടും ജനനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ ചിന്തിച്ചിരുന്നില്ല, പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വചനം വായിച്ചെങ്കിൽ നമ്മൾ സാധാരണ ഒഴുക്കോടെ വിടും. നമ്മൾ യേശു പറയണം നീ വീണ്ടും ജനിക്കാം, അതുപോലെ തന്നെ പറയണം ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഇതിൽ 2 അവസ്ഥകളുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ 2 അവസ്ഥകളുണ്ടെന്ന് മാത്രമല്ല, അതെങ്ങനെയാണ് ഈ 2 വീണ്ടും ജനനവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളത് വചനപ്രകാരം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് എനിക്കും അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ എനിക്ക് ബോധ്യം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ വരുവാനിടയായത്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ശുശ്രൂഷിക്കുവാനും തുടങ്ങിയത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇതിനോടനുബന്ധിച്ച് ഞാൻ ഇവിടെ ആദ്യമേ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശു കർത്താവ് സ്നാനമേൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇനി ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നൽകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവ് എന്നെ ചില വചനവാക്യങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നിൽ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് ഇട്ട് തരും. ഈ വചനം ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് തരും. അപ്പം ഞാനതിങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു? അത് ഇതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ വന്നൊരു ചോദ്യമാണ്, യേശു സ്നാനമേൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? യേശു ദൈവപുത്രനല്ലേ? അപ്പോഴാണ് എൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത്, യേശു സ്നാനമേൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം യേശു പുരുഷൻ്റെ ഇച്ഛയാലല്ല,
മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടു. ആത്മാവിനാലാണ് യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടത്. പക്ഷേ യേശു ജഡമെടുത്തത് മറിയയിൽ നിന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. മറിയയിൽ നിന്നാണ് യേശു കർത്താവ് ജഡമെടുത്തത്. അതുകൊണ്ട് മറിയയിൽ പാപമുണ്ടായിരുന്നു. ആദാമിൽ നിന്ന് ഇങ്ങനെ കൈമാറി കിട്ടിയ ആ പാപം മറിയയുടെ ജഡത്തിലുണ്ടായിരുന്നു. മറിയയിൽ പാപം ഉണ്ടായിരുന്നു. അപ്പം മറിയയിൽ നിന്ന് ജഡം സ്വീകരിച്ച യേശു സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ ചെല്ലുകയാണ്. നിങ്ങൾ ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരണം. സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ യേശു ചെല്ലുമ്പോൾ നമുക്കറിയാം സ്നാപക യോഹന്നാൻ വിലക്കും. അപ്പോൾ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, സകല നീതിയും നിവൃത്തിയാകുവാനായിട്ട് ഇപ്പോൾ ഇത് സംഭവിക്കണം. അങ്ങനെ യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയ യേശുവിൻ്റെ മേൽ പ്രാവ് എന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? പ്രാവ് എന്ന രൂപത്തിൽ, പ്രാവ് എന്ന് വെച്ചാൽ പ്രാവല്ല, പ്രാവ് എന്ന പോലെ ഒരു ആത്മാവ് പറന്നിറങ്ങി യേശുവിൻ്റെ മേൽ. അവിടെ എഴുതിയിരിക്കുന്ന വചനവാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ മേൽ 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 അകത്തല്ല. കാരണം യേശുവിന് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു പാപത്തിലല്ലായിരുന്നു, പാപിയല്ലായിരുന്നു. യേശു ദൈവമാണ്. യേശുവിൽ പാപമില്ലായിരുന്നു. പക്ഷേ യേശുവിന് ജഡം സ്വീകരിച്ചപ്പോൾ ജഡത്തിൽ പാപമുണ്ടായിരുന്നു. മറിയയിൽ നിന്ന് ജഡം സ്വീകരിച്ചത്, ആ മറിയയിൽ നിന്ന് സ്വീകരിച്ച ജഡത്തെ, ആ പാപത്തെ, ജഡീയ പാപത്തെ, ജഡത്തിൻ്റെ പാപത്തെ വെള്ളത്തിൽ മുക്കി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ സ്നാനത്തിലൂടെ ഒരു മനുഷ്യൻ സംഭവിക്കുന്നത് എന്താ? സ്നാനത്തിലൂടെ ഒരു അടക്ക ശുശ്രൂഷ നടക്കുന്നത്, അല്ലേ? നമ്മുടെ ജഡത്തെ നമ്മൾ അടയ്ക്കുക, അല്ലേ? വെള്ളത്തിൽ മുക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് പൊന്തി വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുന്നു, അല്ലേ? അതാണ് സ്നാനം. അപ്പോൾ ആ സ്നാനം യേശു അത് നിർവഹിച്ചു. യേശു സ്നാനമേറ്റു, വെള്ളത്തിൽ മുങ്ങി, തൻ്റെ ജഡത്തെ യേശു വെള്ളത്തിൽ മുക്കി. അപ്പോൾ മറിയയിൽ നിന്നും വന്ന ആ ജഡം സംസ്കരിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ അവിടെ ആ വെള്ളത്തിൽ മുങ്ങിയ യേശു വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. എന്ന് വെച്ചാൽ ജഡം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടാൻ തക്കവണ്ണം സജ്ജമായി. ജഡത്തിൻ്റെ പാപത്തെ യേശു വെള്ളത്തിൽ മുക്കി സംസ്കരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം യേശുവിൻ്റെ ജഡത്തിലുള്ള പാപവും നീക്കപ്പെട്ടപ്പോഴാണ് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അപ്പം പിതാവ് വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ നമുക്കറിയാം യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ആത്മാവ്, പരിശുദ്ധാത്മാവ് യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് നയിച്ചു. പിന്നെ നമുക്കറിയാം യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങി. കാനാവിൽ കല്യാണ വിരുന്നിൽ അവിടെ വീഞ്ഞാക്കി. അങ്ങനെ യേശു തൻ്റെ ശുശ്രൂഷകൾ തുടങ്ങി. യേശു ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങി. യേശു ദൈവരാജ്യത്തിൻ്റെ മഹത്വം, ശക്തി എന്താണോ അത് തന്നിലൂടെ വെളിപ്പെടുത്താൻ തുടങ്ങി. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടോടുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. അങ്ങനെ തൻ്റെ ശുശ്രൂഷ യേശു അവിടെ ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാനായിട്ട് ഇടയായി. ഇതാണ് രണ്ടാമത്തെ ജനനം. അതാണ് ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല എന്ന് പറയുന്നതാണ്. യേശു ജലത്താലുള്ള ഒരു ജനനത്തിനായി തൻ്റെ ജഡത്തെ വെള്ളത്തിൽ മുക്കി സംസ്കരിച്ചു, അടക്ക ശുശ്രൂഷ നടത്തി. അതിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അപ്പോൾ യേശുവിന് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. യേശുവിന് പാപമില്ലായിരുന്നു. പക്ഷെ പുറത്തെ മനുഷ്യനിൽ പാപമുണ്ടായിരുന്നു. ആ പുറത്തെ മനുഷ്യനെ വെള്ളത്തിൽ മുക്കി അടക്കം ചെയ്തപ്പോൾ അതിൽ എഴുന്നേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. അപ്പോൾ യേശു പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മുന്നോട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ പ്രാപ്തി, ദൈവത്തിൻ്റെതായ സകലവും പ്രവൃത്തിയും യേശുവിലൂടെ ലോകത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഇത് തന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടന്നത്. നമ്മൾ മാർക്കോസിൻ്റെ മാളിയ മുറിയിലേക്ക് നമ്മളൊന്ന് പോയെന്നാൽ അവിടെയും ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർക്ക് പരസ്പരം
കാണത്തക്ക രീതിയിൽ, അതായത് അഗ്നിനാവ് പോലെ കാണത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലിറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷമാണ് ഈ ശിഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ഭയം മാറി, അവരുടെ പേടി മാറി, അവർ ആരെ ഭയന്നിരുന്നോ അവരുടെ ഇടയിലേക്ക് അവർ ശക്തിയോടെ ഇറങ്ങിയിട്ട്, ഭയമില്ലാതെ ഇറങ്ങിയിട്ട് അവർ പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരുടെ ഭയം മാറിയത് ശിഷ്യന്മാരുടെ മേൽ പുറത്തെ മനുഷ്യനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളറിയണം, നമ്മൾ കൂടുതലായി ദൈവരാജ്യത്തിന് നമ്മൾ പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിനനുസരിച്ച് വേണം നമുക്ക് മറ്റുള്ളവരുടെ സുവിശേഷം പറയുവാനോ വചനം പറയുവാനോ ഒന്നും നമുക്ക് കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ പുറത്തെ മനുഷ്യന് രക്ഷിക്കപ്പെടേണ്ടതായ ഒരവസ്ഥയുണ്ട്. ഈ പുറത്തെ മനുഷ്യനെ എങ്ങനെയാണ് നാൾക്ക് നാൾ രക്ഷിക്കപ്പെടുന്നത്? അതിനാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മളെ സഹായിക്കുന്നത്. പുറത്തെ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, പുറത്തെ മനുഷ്യനിൽ കിടക്കുന്ന പാപ സ്വഭാവങ്ങളെ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം തിരിച്ചറിഞ്ഞ്, പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അത് തിരുത്തപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ്, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിലെല്ലാം വരുന്ന കുറവുകളെ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് അനുദിനം അതിൽ നിന്നും നമ്മൾ എത്രമാത്രം പുതുക്കം പ്രാപിക്കുന്നുവോ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എത്രമാത്രം നമുക്ക് പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പുറത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. പുതുക്കം പ്രാപിക്കുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്തെ മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്തെ മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് അതിശക്തമായിട്ട് ദൈവത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ ശിഷ്യന്മാരെ അങ്ങനെയാണ് ദൈവം പ്രയോജനപ്പെടുത്തിയത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അനുദിനം ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം, ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം നടക്കുന്നതിനനുസരിച്ച്, നമ്മുടെ പുറത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്തെ മനുഷ്യനിൽ വന്ന് നിറയുകയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ പുറത്തെ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ശിഷ്യന്മാരെ അവരുടെ ഭയം മാറി. മറ്റത് നമുക്കറിയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇവരെല്ലാവരും ഭയപ്പെട്ടു. ഇവരെല്ലാവരും മുറിക്കുള്ളിൽ കയറി അടച്ചിരിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഭയപ്പെട്ട് മുറിക്കാത്തിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശു കർത്താവ് പ്രത്യക്ഷനായി. എന്നിട്ട് പറയും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് വെച്ചെന്നാൽ നമ്മൾ നോക്കണം, അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലേ? പ്രാപിച്ചു. എന്ന് വെച്ചാൽ അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അതായത് പാപം മുഖാന്തരം മരിച്ചിടുന്ന ആത്മാവ് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ അറിയണം, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അല്ലേ? അന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21 പിന്നെ നമ്മൾ കാണുന്നത് ഈ പത്രോസും കൂട്ടരും കൂടി മീൻ പിടിക്കാൻ പോകുന്നതാണ്. അപ്പം നമ്മളൊന്ന് നോക്കിയാൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. പക്ഷേ ഇപ്പം എന്താ ചെയ്യണേ? അവർ ഉപജീവന മാർഗത്തിന് പോയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദൈവികമായ കാര്യങ്ങളിലേക്ക് നമുക്ക് താല്പര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഞായറാഴ്ച കൂട്ടായ്മക്കൊക്കെ പോകുന്നുണ്ട്. ശരിയാണ്, പഴയ പോലെ നമ്മൾ ദൈവികമല്ലാത്ത ഒരു കാര്യങ്ങളിലും നമ്മൾ പോകുന്നില്ല. ശരിയാണ്. കാരണം നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് നമുക്ക് ആത്മാവിൽ കുറച്ച് വിവേചനമൊക്കെ കിട്ടി, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നിക്കോദേമസിനോട് യേശു പറഞ്ഞ പോലെ നമ്മൾ ദൈവരാജ്യം കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആത്മാവ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവരാജ്യം കാണുന്നവനാണ്. പക്ഷെ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവൻ ദൈവരാജ്യത്തിൽ കടക്കും. ഹല്ലേലൂയ. അപ്പോൾ ജലത്താലുള്ള വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ നടക്കണം.
അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് ഇതാണ്. പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ പോയി. അവിടെ വീണ്ടും യേശു കർത്താവ് ചെന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നുണ്ട് 3 വട്ടം, ഇവയേക്കാളധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്കറിയാം പത്രോസ് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ആവുന്നത് നമുക്കറിയാം. എന്നിട്ട് ഇതിന് ശേഷം യേശു കർത്താവ് ഈ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവോളം നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്. അതിനുശേഷം അപ്പോസ്തലപ്രവൃത്തി 1:8 വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. കണ്ടോ? ശ്രദ്ധിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 1:4 പറഞ്ഞ് പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കുവോളം യെരൂശലേം വിട്ടു പോകരുത്. 8 പറയുകയാണ്, 1:8 പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ യഹൂദയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. കണ്ടോ? അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് യേശു കർത്താവ് പറയുമ്പോൾ നമ്മൾ ആ വചനവാക്യം വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, ഉണ്ടോ? ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവിനാലാണ് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്തത്, ദൈവരാജ്യം പ്രസംഗിച്ചത്. ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് അവിടെ യേശു പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാവും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടാൻ തുടങ്ങുന്നത്, ഓടാൻ തുടങ്ങും. നമ്മുടെ ഭയം മാറും, മനസ്സിലാവുന്നു? നമ്മുടെ സ്വാർത്ഥത മാറും. ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം. എൻ്റെ സമയം ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കും. എൻ്റെ സമ്പത്ത് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കും. എൻ്റെ സകലതും ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കും എന്നുള്ള ആ ഒരു സമർപ്പണം നമ്മളിൽ വരണമെങ്കിൽ, നമ്മുടെ ജഡം അതിന് സമർപ്പിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജഡത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങണം. ഇല്ല എങ്കിൽ നമ്മുടെ സ്വാർത്ഥതയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. സംഗതി ആത്മാവ് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ദൈവികമായ കാര്യങ്ങളിൽ സമർപ്പണമുണ്ട്, താല്പര്യങ്ങളെ കൊണ്ട്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്തു പോകുന്നത് എന്നൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുമ്പോഴും ആത്മാവിൻ്റെ നിറവുള്ള ഒരു വ്യക്തിക്ക് ഒരു സ്വഭാവം ഉണ്ടാവും. ഞാൻ തെറ്റുപറ്റി, എനിക്കിതിൽ നിന്നൊരു മോചനം വേണം, ഇനിയിപ്പോൾ ദൈവത്തോട് നിരപ്പ് വേണം. അതിന് നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപാസിംഹാസനത്തിൽ ഓടിച്ചെല്ലും. തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞ് നമ്മൾ നിരപ്പ് പ്രാപിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടാവും. ഹല്ലേലൂയ. ഇവിടെ നിക്കോദേമോസിനോട് പറഞ്ഞ വീണ്ടും ജനനം, രണ്ടാമത്തെ വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിലേക്ക്, ആ വീണ്ടും ജനനം ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ആദ്യ പാഠമാണ് യേശു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്. മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നിങ്ങൾ യെരൂശലേമിലും യഹൂദയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവരുടെ മേലിറങ്ങിയത് എപ്പോഴാണ്? നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ മാർക്കോസിൻ്റെ മാളിക മുറിയിൽ വെച്ചിട്ടാണ്. അപ്പം മാർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇവർ 10 ദിവസം മാർക്കോസിൻ്റെ മാളിക മുറിയിൽ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കാനായിട്ട് ഇരുന്നു, അല്ലേ? അങ്ങനെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവർ ഈ 10 ദിവസം മാർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇരുന്നപ്പോൾ ആ മുറിയിൽ വെച്ചിട്ട് ഇവരെന്തായിരിക്കും ചെയ്തിരിക്കുക? ചിന്തിക്കണം. ഇവരെന്തായിരിക്കും ചെയ്തിരിക്കുക? ഹല്ലേലൂയ, സ്തോത്രം. നമ്മളറിയണം, ഇവരുടെ മുമ്പിൽ ഇവർക്ക് ചിന്തിക്കുവാനും ഇവർക്ക് പരസ്പരം ഷെയർ ചെയ്യുവാനും ഇവരുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ഒരുക്കുവാനും അവരെ സഹായിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ. യേശുവിൻ്റെ കൂടെ ഈ 3.5 വർഷക്കാലം ഇവർ നടന്നപ്പോൾ യേശു പ്രസംഗിച്ച പ്രസംഗങ്ങൾ, യേശു ഉപദേശിച്ച ഉപദേശങ്ങൾ, അത് കേട്ടാണ് അവർ ഈ 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നത്. അതായത് ദൈവരാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ, നിയമവ്യവസ്ഥകൾ യേശു പ്രസംഗിച്ചത്. അത് മാത്രമേ ഇവരുടെ മുമ്പിലുള്ളൂ. ഇവരത് ധ്യാനിച്ചു കാണും, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ പത്രോസ് പ്രസംഗിച്ചിട്ടുണ്ടാവും. അത് കേട്ട് അവർ ഓരോരുത്തരും അവരുടെ ജഡിക മനുഷ്യൻ്റെ, പുറത്തെ മനുഷ്യൻ്റെ കുറവുകളെ, വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് അനുദിനം അവർ പുറത്തെ മനുഷ്യനെ ആ പാപത്തിൽ നിന്നും, ആ പാപ സ്വഭാവത്തിൽ നിന്നും
യേശുവിൻ്റെ രക്തത്താൽ യേശുവിൽ ആശ്രയിച്ച് തങ്ങളെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ആ പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് മോചനം പ്രാപിച്ചു. അങ്ങനെ മോചനം പ്രാപിച്ച 10 ദിനങ്ങളായിരുന്നു മാർക്കോസിൻ്റെ മാളിമുറിയിൽ ഈ ശിഷ്യന്മാരുടെ ദിനങ്ങൾ. അങ്ങനെ ആ പാപമോചനം പ്രാപിച്ച അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഇറങ്ങാൻ പറ്റുവണ്ണം അത്രമാത്രം അവർ മാനസാന്തരപ്പെട്ടു. പുറത്തെ മനുഷ്യൻ്റെ, ജഡിക മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെ എല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചതിനനുസരിച്ച് പുറത്തെ മനുഷ്യൻ, അതാണ് യേശു പറഞ്ഞത്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് നിറക്കത്തില്ല. അവർ തുരുത്തി പുതുക്കപ്പെട്ടു, അവിടെ പുതുവീഞ്ഞ് നിറഞ്ഞു. അവർ പുതുഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അവർ പരിശുദ്ധാത്മാവിനാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. മറ്റത് രക്ഷിക്കപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? ആ റൂമിൽ വെച്ചിട്ട്, ആ മുറിയിലായിരുന്നപ്പോൾ. യോഹന്നാൻ 20 വെച്ചിട്ട് അവർ രക്ഷിക്കപ്പെട്ടവരാണ്. ആത്മാവ് രക്ഷിക്കപ്പെട്ടവരാ. നമ്മളൊക്കെ ആത്മാവ് പലപ്പോഴും രക്ഷിക്കപ്പെട്ടവരാ. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലിറങ്ങിയിട്ടില്ല. മേലിറങ്ങാത്തതിൻ്റെ കാരണം നമ്മുടെ പുറത്തെ മനുഷ്യനെ ദൈവവചനപ്രകാരം പുറത്തെ മനുഷ്യനെ ക്രമീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അതുകൊണ്ടിട്ട് നമ്മുടെ പുറത്തെ മനുഷ്യൻ ഇപ്പോഴും ജഡിക മനുഷ്യനാണ്. നമ്മുടെ അമ്മയപ്പന്മാരിൽ കിട്ടിയ സ്വഭാവത്തിലാണ് നമ്മുടെ പുറത്തെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. ഇതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെന്നാ? ക്രിസ്തുവിൻ്റെ ഉപദേശം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ആവശ്യമാണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയണം. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യൻ്റെ കുറവുകളെ തിരിച്ചറിയും, വീഴ്ചകളെ തിരിച്ചറിയും. അതിൽ നിന്നും മോചനം പ്രാപിക്കാനായിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ പഴയ നിയമത്തിലെ പോലെ നമ്മൾ കുഞ്ഞാടിനെ, കുറുപ്രാവുകളെയോ കാളക്കുട്ടികളെ കൊണ്ടിട്ട് മഹാപുരോഹിതൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് നമ്മൾ യാഗം കഴിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ യാഗവസ്തുവായ ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ പല ഭാഗത്ത് നമുക്കുണ്ട്. നമ്മളവിടെ ഏറ്റുപറഞ്ഞാൽ മതി. ആ ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും പിതാവായ ദൈവത്തോട് നമുക്ക് നിരപ്പ് പ്രാപിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര മനോഹരമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ യേശുവിനെ സ്വീകരിച്ചു, നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. രണ്ടാമത്തെ മനുഷ്യനായ പുറത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെടുക എന്നുള്ളത്, അതിനായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്ന നമ്മൾക്ക് കിട്ടേണ്ട ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അതാണ് മത്തായിയുടെ സുവിശേഷം 28 അവസാനം യേശു കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്ന് വെച്ചെന്നാൽ സഭയുടെ ആധികാരികമായ അടിസ്ഥാന ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് അപ്പോസ്തലന്മാർ ആദിമസഭയിൽ പ്രസംഗിച്ചത്. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങളിന്ന് കേട്ട വചനപ്രകാരം നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ശോധന ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങൾക്ക് കിട്ടിയ പുതിയ വെളിപ്പാടുകളെ നിങ്ങൾ ജീവിതവുമായി ഒന്ന് തുലനം ചെയ്ത് എവിടെയാണ് നമുക്ക് നികത്തപ്പെടേണ്ടത്, എവിടെയാണ് നമ്മൾ ദൈവത്തോട് രമ്യതപ്പെടേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കാം. നമുക്ക് പുത്രൻ മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുപടി കൂടി അടുക്കാം. നമ്മുടെ പുറത്തെ മനുഷ്യൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം നമ്മളെ തന്നെ പുറത്തെ മനുഷ്യനെ നിയന്ത്രിക്കുവാൻ, ദൈവരാജ്യത്തിനൊത്തവണ്ണം പുറത്തെ മനുഷ്യനെ ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കേട്ട വചന പ്രകാരം നമ്മുടെ ജീവിതം വീണ്ടും അനുഗ്രഹിക്കപ്പെടുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ യേശു പറയുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അതെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ കേട്ട വചനപ്രകാരം ഒരിക്കൽ കൂടി നമ്മുടെ പുറത്തെ മനുഷ്യന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ പുറത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. അതിനായി ഈ കേട്ട വചന വെളിപ്പാടുകൾ നിങ്ങൾക്ക് സഹായമാകട്ടെ. വീണ്ടും ജനനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കുറേ കൂടി വ്യക്തതയോടെ ഇനി ഞാൻ സംസാരിക്കും. നിങ്ങൾ വരും ഭാഗങ്ങളെല്ലാം കേൾക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റു സഹോദരങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ മെസ്സേജും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഞാൻ മെസ്സേജ് രാവിലെ 6 മണിക്ക് ഇടാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് ദൈവാത്മാവ് ഓർപ്പിച്ച പ്രകാരം ഞാൻ രാത്രി 8 മണിക്ക് ഇടുന്നുണ്ട്. അതുകൊണ്ടിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് മെസ്സേജ്
നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. രാത്രി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വചനമൊക്കെ കേട്ട് അന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോഴേക്കും അതല്ല, എല്ലാവർക്കും തിരക്ക് ഉള്ള സമയമായിരിക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് കേൾക്കുവാനും മറ്റും ഒരു തടസ്സമാണ്. അതൊക്കെയാണ് ദൈവാത്മാവിനെ ഓർപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് മുഴുവനായിട്ട് ശ്രദ്ധയോടെ തന്നെ കേൾക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനകളാണ് ദൈവം തരുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, കേട്ട വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.